ദൈവത്തിന് സ്തോത്രം. നമുക്ക് ചാപ്റ്റർ 11ലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലെ പഠനം നമ്മുടെ ജീവിതത്തിൽ ആ വിഷയത്തിൽ അനുഗ്രഹമായിരുന്നു. 10-ാം അധ്യായം അവസാനിപ്പിക്കുന്നത് നമ്മൾ കേട്ടു. വിശ്വാസത്താൽ ജീവിക്കുക എന്നുള്ളൊരു ആഹ്വാനം നമുക്ക് നൽകി. എന്നാൽ എങ്ങനെയാണ് വിശ്വാസത്താൽ ജീവിക്കേണ്ടതെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ് ചാപ്റ്റർ 11. വിശ്വാസത്താൽ ജീവിച്ചവരുടെ ഒരു ദീർഘമായ പട്ടിക നമുക്ക് ഈ 11-ാം അധ്യായത്തിൽ നിന്ന് ലഭിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, എബ്രായ ലേഖനത്തിൻ്റെ തുടക്കം മുതൽ നമ്മൾ പഠിച്ചുകൊണ്ട് വന്നത് യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ വലിയവൻ. എന്നിട്ട് ആ പ്രസ്താവന നിർത്തുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു വാണിംഗ് അവിടെ കൊടുക്കുന്നുണ്ട്. ദൂതന്മാർ പറഞ്ഞ സന്ദേശത്തെ വിശ്വസിക്കാതെയും സ്വീകരിക്കാതെയും ഇരുന്നിട്ട് സംഭവിച്ച അപകടങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ചതായ വിപത്ത്, അവർക്ക് ലഭിച്ച ശിക്ഷ, എന്നിട്ട് പറയുന്നു ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ. അങ്ങനെ ഓരോ കാര്യങ്ങളെയും, ഓരോ കമ്പാരിസൺ കഴിയുമ്പോൾ ഓരോ വാണിംഗ് പറഞ്ഞാണ് ഈ എഴുത്ത് ഇതുവരെ എത്തിയിരുന്നത്. എന്നാൽ ചാപ്റ്റർ 10 വരുമ്പോൾ നമുക്കൊരു വലിയ ആഹ്വാനം നൽകുകയാണ്, വിശ്വാസത്താൽ ജീവിക്കുക. ഇത് നമ്മൾ മുമ്പേ കാണുന്നത് പോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടൊരു വാണിംഗ് അല്ല നമുക്ക് തരുന്നത്, ഒരു പ്രോമിസാണ്. വിശ്വാസത്താൽ ജീവിക്കുവാൻ നമുക്കെങ്ങനെ കഴിയും? നമ്മുടെ കഴിവ് കൊണ്ട് പറ്റത്തില്ല, നമ്മുടെ സാമർഥ്യം കൊണ്ട് പറ്റത്തില്ല. പിന്നെ എങ്ങനെ നമുക്ക് വിശ്വാസത്താൽ ജീവിക്കാൻ കഴിയും എന്ന ചോദ്യത്തിന് വളരെ മനോഹരമായ രീതിയിൽ വിശ്വാസത്താലുള്ള ജീവിതത്തെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ചാപ്റ്റർ 11. അതുകൊണ്ടാണ് ചാപ്റ്റർ 11 ആരംഭിക്കുന്നതിന് മുമ്പ് എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. ഒരുപക്ഷെ ബൈബിളിൽ തന്നെ വിശ്വാസത്തിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസത്തെപ്പറ്റി ഒരു വാക്ക് പറയാൻ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ആദ്യത്തെ വേദവാക്യം ഇതുതന്നെയാണ്: വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഒന്ന്, എബ്രായ ലേഖന കർത്താവ് വിശ്വാസത്തെപ്പറ്റി ഒരു ബ്യൂട്ടിഫുൾ ഡെഫിനിഷൻ നൽകുന്നു. അതിനുശേഷം ഈ ഡെഫിനിഷനെ വെച്ചുകൊണ്ട് വിശ്വാസത്താൽ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർക്ക് ലഭിച്ച സാക്ഷ്യത്തെ നമുക്ക് ചാപ്റ്റർ 11:2 കാണുവാൻ കഴിയുന്നു. എന്നിട്ട് അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നമ്മളെ വളരെ ബാക്കിലേക്ക് കൊണ്ടുപോയി നമ്മെ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്. ഭൂമി സൃഷ്ടിക്കപ്പെട്ടതും ദൈവവചനത്താലാണ്. അത് നാം അറിയുന്നത്, നാം ആരും ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ള ഒരു സംഭവത്തെ നാം അറിയുന്നതും അതും വിശ്വാസത്താലാണ്. ഇങ്ങനെ വിവിധ തലങ്ങളിലൂടെ നമ്മെ എന്ത് ചെയ്യുകയാണ്? മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, 10-ാം അധ്യായം തീരുന്നത് ഒരു ആഹ്വാനം കൊണ്ടാണ്. എന്താ ആഹ്വാനം? വിശ്വാസത്താൽ ജീവിക്കുക. അപ്പം അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, വിശ്വാസം എന്താണ്, എങ്ങനെയാണ് പൂർവികന്മാർക്ക് അവർക്ക് സാക്ഷ്യം ലഭിച്ചത്, എന്താണ് നമ്മൾ മുഴുവനായി ലോകത്തെ മുഴുവനും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭൂമി മുഴുവനും സൃഷ്ടിക്കപ്പെട്ടത് വിശ്വാസത്താലാണ് എന്ന് നാം അറിയുന്നു. എന്നിട്ട് ഓരോ വ്യക്തികളിലേക്കും ഈ വിഷയത്തെ കൊണ്ടുപോവുകയാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഹാബേൽ മുതലായ ആദ്യം കർത്താവിൽ വിശ്വസിച്ച വ്യക്തിയെ മുതൽ നിരവധി ആളുകളെ നിരത്തിക്കൊണ്ട് നിരവധി വിശ്വാസത്തിൻ്റെ തലങ്ങളെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ശാന്തമായിട്ട് ഇത് വാക്യപ്രതിവാക്യമായിട്ട് പോവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദീർഘമായ ഒരു അല്ലെങ്കിൽ ഒരു എപ്പിസോഡായിട്ട് നമ്മൾ ദീർഘമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം. എന്നാൽ അങ്ങനെയല്ല, നിങ്ങളൊന്ന് മനസ്സിലാകുന്ന രീതിയിൽ, വീണ്ടും നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാനതിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സഭാരാധനകളിൽ വരും ദിവസങ്ങളിലെ മീറ്റിങ്ങുകളിലൊക്കെ നമുക്ക് ഈ വിഷയത്തെപ്പറ്റി നമുക്ക് വീണ്ടും സംസാരിക്കാനും പഠിക്കുവാനും ഒക്കെ കർത്താവ് അവസരം നൽകട്ടെ. ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭൗതിക വസ്തുവിനെ നാം കാണാതെ ഇരുന്നിട്ട് അതിനുവേണ്ടി കാത്തിരുന്ന് വിശ്വസിക്കുക എന്നുള്ളതല്ല.
വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നില്ല, കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് നമുക്ക് കിട്ടാൻ പോകുന്ന വീടോ കാറോ അല്ലെങ്കിൽ നമുക്കുള്ള ഭൗതിക നന്മകളൊന്നുമല്ല. എന്താണ് വിശ്വാസം? കർത്താവിലുള്ള വിശ്വാസം. കർത്താവിനെ നമ്മൾ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പക്ഷെ നമുക്കുള്ള വിശ്വാസം, ഇന്നും നാം ഒരു ക്രിസ്തീയ വിശ്വാസിയായി മുമ്പോട്ട് പോകാൻ കാരണം കർത്താവിലുള്ള വിശ്വാസമാണ്. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിലുള്ള വിശ്വാസം, ദ ഫെയ്ത്ത് ഇൻ ദ ലോർഡ്, കർത്താവിലുള്ള വിശ്വാസം. ഇതിനെ നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് ആളുകൾ അവരുടെ ജീവിതാനുഭവങ്ങളിൽ അവരുടെ ജീവിതത്തിലെ വിടുതലുകൾക്ക് വേണ്ടി ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ എന്താണ് വിശ്വാസമെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു ഭാഗമാണ് ഈ 1-ാമത്തെ ഭാഗം. അതിനെ വേണമെങ്കിൽ നമുക്ക് 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ നമുക്കെടുക്കാം. എന്നാൽ ഹാബേലിലേക്ക് നമ്മൾ വരുമ്പോൾ വിശ്വാസത്തെപ്പറ്റി നമുക്ക് കാണുവാൻ കഴിയുന്ന അതിപ്രധാനമായ ഒരു വിഷയം, ഒരുപക്ഷെ പഴയ നിയമത്തിൽ അതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടില്ല. പഴയ നിയമത്തിൽ കയ്യനും ഹാബേലും കൂടെ ദൈവസന്നിധിയിൽ കടന്നു പോകുന്നതായിട്ട് നമ്മൾ കാണും. എന്തുകൊണ്ട് കയ്യിൻ്റേതിൽ ദൈവം പ്രസാദിച്ചില്ല എന്നുള്ളതിന് പഴയ നിയമം ഒരു ഉത്തരവും നമുക്ക് നൽകുന്നില്ല. ഒരുപക്ഷെ എബ്രായ ലേഖനം നമുക്കില്ലായിരുന്നുവെങ്കിൽ, ഇങ്ങനെ ഒരു എഴുത്തായിട്ടില്ലായിരുന്നുവെങ്കിൽ, നമുക്കങ്ങനെ ചിന്തിക്കാൻ കഴിയത്തില്ല എങ്കിൽ തന്നെയും ഈ ലേഖനം ഉള്ളത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് ദൈവം കയ്യിൻ്റേതിൽ പ്രസാദിക്കാതെ ഹാബേലിൻ്റേതിൽ പ്രസാദിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യിൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ഫെയ്ത്ത് ഡീൽസ് വിത്ത് അൺസീൻ റിയാലിറ്റി ഓഫ് ഗോഡ്. ആ മനുഷ്യൻ, അവൻ്റെ പിതാവ് ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുള്ളവനാണ്, അവൻ്റെ മാതാവും ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുള്ള. ആ ജനറേഷന് ശേഷം ഒരു പുതിയ ജനറേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ അവർ ദൈവസന്നിധി ചെയ്ത പാപനിമിത്തം അവരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും മാറ്റിക്കളഞ്ഞു, തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. എന്നിട്ടും മാതാപിതാക്കൾ നൽകിയ വിശ്വാസത്തിൻ്റെ ദൈവത്തെ പറ്റിയുള്ള അറിവ്, പ്രത്യേകിച്ച് നൽകുന്ന കാര്യത്തിൽ, കൊടുക്കുന്ന കാര്യത്തിൽ, സമർപ്പണത്തിൻ്റെ വിഷയത്തിൽ അവർ ദൈവത്തിൽ നിന്ന് പഠിച്ചത് അതിൻ്റെ ഒരു പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു ഹാബേൽ. ഹാബേൽ ദൈവത്തിന് അർപ്പിച്ചത് എന്താണ് എന്ന് നമുക്കറിയാം. അവൻ ഒരു ഇടയനായിരുന്നു. അവൻ ഇടയനായിരുന്നത് കൊണ്ട് അവൻ അർപ്പിച്ചത് കടിഞ്ഞൂലുകളായ ആടുകളെ എടുത്ത് അതിൻ്റെ ഫാറ്റ്, മേധസ്സാണ് ദൈവസന്നിധി കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ അവൻ കൊണ്ടുവന്ന് കൊടുത്തത്, ആ കൊടുക്കുവാൻ ആഗ്രഹിച്ച ആടിനെ അവൻ പൂർണ്ണമായും ഇനിയും അത് തൻ്റേതല്ല. ഒരിക്കലും കുറച്ച് ഫാറ്റ് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആടുകളാകുകയില്ല. ആടിനെ കൊന്നു, അതിൻ്റെ ഏറ്റവും കത്തുവാൻ, പ്രത്യേകിച്ച് യാഗങ്ങളിലൊക്കെ കത്തുവാൻ വളരെ എളുപ്പമുള്ളത് അതിൻ്റെ ഫാറ്റായിട്ടുള്ള പാർട്ടാണ്. നമുക്കറിയാം, പഴയ നിയമ യാഗങ്ങളിലൊക്കെ ഏലിയാവിൻ്റെ യാഗത്തിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ വചനത്തിലൂടെ മനസ്സിലാക്കുന്നത്, ദൈവത്തിൻ്റെ തീ ഇറങ്ങി വരും, യാഗം ദൈവം സ്വീകരിക്കും. ഒരുപക്ഷെ പൂർവ്വന്മാരുടെ കാലത്തൊക്കെ അവർ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതിനെ ദൈവം അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു അടയാളം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരുപക്ഷെ ഫയർ കടന്നു വന്ന് അതിനെ ദഹിപ്പിക്കുന്നതായിട്ടായിരിക്കാം. അത് സർവ്വസാധാരണമായിരുന്നത് കൊണ്ടായിരിക്കാം പഴയ നിയമത്തിൽ ഇതിനെപ്പറ്റി എഴുതിയിടത്തൊക്കെ ദൈവം അതിനെ അക്സെപ്റ്റ് ചെയ്തു എന്ന് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അക്സെപ്റ്റ് ചെയ്തത് ഒരുപക്ഷെ ശബ്ദം
പുറപ്പെടുവിച്ച് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നതിനപ്പുറം പ്രവൃത്തികളാൽ ഒരു പ്രവൃത്തി ചെയ്ത് യാഗമർപ്പിച്ച മനുഷ്യൻ്റെ യാഗത്തിൽ ദൈവം കടന്നു വന്ന് പ്രവർത്തിച്ചത് ഒരുപക്ഷെ തൻ്റെ സന്നിധിയിൽ നിന്നും തീ അയച്ച്, ഏലിയാവിൻ്റെ യാഗത്തിൽ തീ അയച്ച് അതിനെ ദഹിപ്പിച്ചതുപോലെ ആയിരിക്കാം. അപ്പം ഹാബേൽ ദൈവസന്നിധിയിൽ അർപ്പിച്ചത് ഇനിയും ഒരിക്കലും തനിക്കതിനെ റിവേഴ്സ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അർപ്പിക്കുകയായിരുന്നു. ദൈവത്തിന് കൊടുത്തതിനെ ഒരിക്കലും ഇനിയും തനിക്ക് പഴയ രീതിയിൽ പ്രാപിക്കാൻ കഴിയാത്ത രീതിയിലാക്കിയാണ് താൻ ആ യാഗത്തെ ദൈവസന്നിധിയിൽ അർപ്പിച്ചത്. പക്ഷേ കയ്യൻ അർപ്പിച്ച യാഗം അങ്ങനെ ഉള്ള യാഗമായിരുന്നില്ല. അവൻ ഒരു കൃഷിക്കാരനായിരുന്നത് കൊണ്ട് അവൻ്റെ കൃഷിഫലങ്ങളെ അവൻ എന്ത് ചെയ്തു? ദൈവത്തിന് അർപ്പിച്ചു. കൃഷിഫലങ്ങളെ അർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലേവ്യ പുസ്തകത്തിൽ പ്രത്യേകിച്ച് അത് വായിക്കുന്നത്, ഏതെങ്കിലും ധാന്യങ്ങൾ ദൈവസന്നിധിയിൽ യാഗമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ ആദ്യം ചട്ടിയിലിട്ട് വറുത്ത് അതിൻ്റെ സീഡിനകത്തുള്ള ജീവൻ നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ യാഗപീഠത്തിൽ വെച്ചതിന് ശേഷം ഒരു യാഗവസ്തുവും പിന്നെ അവിടെ നിന്ന് കിളിച്ച് പുറത്തു വരരുത്. അതിനെപ്പറ്റി പറയുന്നത് നേരിയ മാവാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരി പോലും കാണരുത്. അത് ഊതിയാൽ പറക്കുന്ന വളരെ നേർത്ത പൊടിയായി മാറണം. എന്തുകൊണ്ട്? ഒരു മണി പോലും അല്ലെങ്കിൽ ഒരു സീഡ് പോലും പ്രശംസിക്കരുത് ഞങ്ങളാണിതിൻ്റെ പിന്നിലുള്ളത് എന്ന്. അവയെല്ലാം പലയിടത്തു നിന്ന് കടന്നു വന്നതായ മണികൾ അല്ലെങ്കിൽ ധാന്യങ്ങൾ, ഇവയെല്ലാം പൊടിച്ച് അരച്ച് നേർത്ത മാവാക്കി തീർത്ത് കഴിയുമ്പോഴാണ്, ഫൈൻ ഫ്ലോറായി കഴിയുമ്പോഴാണ് അത് അപ്പം ചുടുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, യാഗമർപ്പിക്കുന്ന ഓരോ വ്യക്തിയും പഴയ നിയമത്തിൽ ചെയ്തിരുന്നത് അവർ കൊണ്ടുവരുന്ന വസ്തുവിൻ്റെ ഫോം നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ അതിനകത്ത് ഉള്ള ജീവനെ മുഴുവനും ഇല്ലാതാക്കിയാണ് ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നത്. പക്ഷെ കയ്യൻ അർപ്പിച്ചത് ഒരുപക്ഷെ ദൈവം അവൻ്റെ യാഗത്തിൽ സ്വീകരിക്കാതിരുന്നിട്ട് അവനതിനെ മറ്റൊന്നായിട്ട് ഉപയോഗിക്കാം. അവന് വേണമെങ്കിൽ വീണ്ടും അതിനെ കൊണ്ടുവന്ന് തനിക്ക് കൃഷി ചെയ്യാം, വീണ്ടും തൻ്റേതായിട്ട് തനിക്ക് ഉപയോഗിക്കാം. ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരുമ്പം നമുക്ക് ഇതിനു വേണ്ടി അത് ഉപയോഗിക്കാം. അവൻ്റെ മനസ്സിൽ ദൈവം പ്രസാദിക്കുമോ ഇല്ലയോ, പ്രസാദിച്ചില്ലെങ്കിൽ അതെനിക്കൊരു പക്ഷേ ഉപയോഗിക്കാം. അപ്പം അതിൽ തന്നെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ സ്വന്തമായ കാര്യത്തിന് വേണ്ടി എനിക്കതിനെ ഉപയോഗിക്കാം. എസെക്കിയേൽ പ്രവാചകൻ അദ്ദേഹം ദർശനം കാണുന്ന സമയത്ത് ദൈവാലയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന നദി, അത് ആദ്യം നരയാണി, പിന്നെ മുട്ടോളം അരയോളം നീന്തിയിട്ടല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നദിയുടെ പ്രത്യേകത, ഇത് ആദ്യം കടന്നു വന്നു, സ്വതന്ത്രമായിട്ട് നടക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരു മുങ്ങുന്ന അനുഭവമുണ്ടല്ലോ, മുഴുവൻ കർത്താവിലായിത്തീരുന്നൊരു അനുഭവം. പിന്നെ നമുക്ക് നമ്മുടേതായി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഇവിടെയും ഈ സീഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത്, ധാന്യമാകട്ടെ, കൃഷി വിഭവങ്ങളാകട്ടെ, അതിൽ നിന്നെല്ലാം ജീവനുള്ളതാണ്. എന്നാൽ ഹാബേൽ പൂർണ്ണമായി ദൈവത്തിന് വേണ്ടി, എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ കൊടുക്കുന്നു. ദൈവമക്കളെ, നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്, നമ്മുടെ സമയം, പ്രാർത്ഥന, നമുക്കുള്ള എല്ലാ കാര്യങ്ങളും, അതിൽ നമുക്ക് പ്രശംസിക്കാൻ എന്തെങ്കിലും ഒരു ഇടമുണ്ടെങ്കിൽ അവിടെ ദൈവപ്രസാദം ഉണ്ടാകുകയില്ല. നമ്മൾ അതിൽ പ്രശംസിച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടേതായ ഒരു ജീവൻ പിന്നെ അവിടെ ഉണ്ട്, പക്ഷെ ഒന്നും പ്രശംസിപ്പാനില്ല. എത്ര ആടിനെയാണ് ഹാബേലെ താങ്കൾ കൊന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊത്തിരി ശ്രമമാണ്. ഇതെല്ലാം ഒന്നായി തീർന്നിരിക്കുകയാണ്. കയ്യിന് വേണമെങ്കിൽ എണ്ണിക്കാണിക്കാം, നോക്ക്, 1, 2, 100 വരെ എണ്ണുവാൻ കഴിയും. മറ്റേ തൻ്റെ സഹോദരൻ ഹാബേൽ ദൈവത്തിന് ഉത്തമമായ യാഗമർപ്പിച്ചു. ദൈവം ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു എന്നാണ് ദൈവത്തിന് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവപ്രസാദം ഒന്നാമത് ഉണ്ടാകേണ്ടത് ഒരു വ്യക്തിയിലാണ്. ആ വ്യക്തി കൊടുക്കുന്നതിനേക്കാൾ ഉപരി ദൈവം പ്രസാദം ഉണ്ടാകേണ്ടത് ദൈവം ഹാബേലിലും അവൻ്റെ വഴിപാടിലും, കയ്യിൻ്റേതിലും
കയീൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. ഹാബേലിൽ ദൈവം അവൻ്റെ ഉള്ളറകളെ കണ്ടു, അവൻ്റെ മനോഭാവങ്ങളെ കണ്ടു, അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളെ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനാ മീറ്റിങ്ങിൽ ബൈബിൾ സ്റ്റഡിയിലായിരിക്കുമ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തികളെ അല്ല ദൈവം ആദ്യം കാണുന്നത്. നമ്മുടെ മോട്ടീവ്സ്, നമ്മുടെ ലക്ഷ്യമെന്താണ്, നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അതാണ് ദൈവം കാണുന്നത്. മനുഷ്യൻ പുറമേ ഉള്ളത് കാണുന്നു. ഒരു പക്ഷേ മനുഷ്യർ പ്രസാദിപ്പിക്കുവാൻ, അല്ലെങ്കിൽ മനുഷ്യനാണ് ഈ യാഗത്തിൽ പ്രസാദിച്ചു തരുന്നതെങ്കിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ വിവിധ തരത്തിലുള്ളതായ കൃഷി വിഭവങ്ങളെ അടുക്കി വച്ചിരിക്കുന്നു, തട്ടുതട്ടാക്കി വച്ചിരിക്കുന്നത് കണ്ടാൽ മനുഷ്യന് അതിൽ പ്രസാദം തോന്നും. ഇതിലെന്ത് പ്രസാദം വരാനാ? പ്രിയപ്പെട്ടവരെ, നമ്മളിൽ കർത്താവിൻ്റെ പ്രസാദമുണ്ടായാൽ നമുക്കത് മതി. കർത്താവ് നമ്മിൽ പ്രസാദിക്കുക. എൻ്റെ വഴികളിൽ കർത്താവിന് പ്രസാദമുണ്ടോ എന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. അപ്പം ഹാബേലിൻ്റെ ജീവിതത്തിലുണ്ടായത്, അവൻ്റെ വിശ്വാസം ആദ്യം ഉരുത്തിരിഞ്ഞത് അവൻ്റെ മോട്ടീവ്സ്, അവൻ്റെ മനോഭാവം. വിശ്വാസമൊക്കെ ഉള്ളത്, വിശ്വാസ ജീവിതം എല്ലാവർക്കുമുണ്ട്. വിശ്വാസ ജീവിത സ്റ്റെപ്പുകൾ വെക്കുമ്പം അത് ആരും കാണാൻ വേണ്ടിയോ ഞാൻ എത്ര ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടിയോ ഒന്നും ആയിരുന്നില്ല. അവൻ്റെ ലക്ഷ്യം ദൈവത്തോടുള്ള ബന്ധത്തിൽ മാത്രമാണ്. ഇനിയും ഈ മേധസ്സുകൾ എത്ര അടുക്കി വച്ചാലും, എത്ര പ്രൊജക്റ്റ് ചെയ്താലും ഇനിയും അതിൽ നിന്ന് തനിക്കൊന്നിനെയും കിട്ടുകയില്ല. താൻ അർപ്പിച്ചത് പൂർണ്ണമായിട്ടുള്ളതാണ് എന്ന ഒരു ബോധ്യം ഹാബേലിനുണ്ടായിരുന്നു. ഇതാണ് വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ പാഠം നമ്മൾ ഹാബേലിൽ നിന്ന് പഠിക്കുന്നത് ഇത് തന്നെയാണ്. വിശ്വാസം നമുക്കെല്ലാവർക്കുമുണ്ട്. കർത്താവ് നമുക്ക് മതിയായവനാണ്. പക്ഷേ ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം വിശ്വാസത്തിൽ ഓരോ സ്റ്റെപ്പും മുമ്പോട്ട് പോകുമ്പോൾ ദൈവം എന്നെ കാണുന്നുണ്ടെന്നും എൻ്റെ കർത്താവ് എന്നെ അറിയുന്നുണ്ടെന്നും നമ്മൾ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൽ ഒന്നാമത് പഠിക്കേണ്ടുന്ന കാര്യമാണ്. നമ്മുടെ ഇതൊരു ജീവിതമാണ്, വിശ്വാസ ജീവിതം. ഇത് പ്രൊജക്ഷന് വേണ്ടിയുള്ളതോ ഇത് മറ്റുള്ളതിന് വേണ്ടിയുള്ളതല്ല. ഈ ജീവിതം കർത്താവ് എന്നെ അറിയുന്നു, കർത്താവിന് വേണ്ടി ഞാൻ ചെയ്യുന്നു. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കർത്താവിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്നുള്ള ബോധ്യത്തോട് ചെയ്താൽ ആ കാര്യത്തിൽ കർത്താവിൻ്റെ പ്രസാദമുണ്ടാകും. നമ്മുടെ മോട്ടീവ്സ് ഈ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ചത് എന്താണെന്ന് അറിയാമോ? അതിനാൽ അവന് നീതിമാൻ എന്ന ഉത്തമമായ സാക്ഷ്യം ലഭിച്ചു. ഒന്ന്, ഒരു നല്ല ടെസ്റ്റ് മണി. നിങ്ങൾ നോക്കണം, നമ്മളെപ്പറ്റി എത്രയോ ആളുകൾ നല്ല നല്ല കാര്യങ്ങൾ പറയുന്നു. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മുടെ കർത്താവ് നമ്മളെപ്പറ്റി പറയുന്ന സാക്ഷ്യമാണ് ഏറ്റവും വലുത്. കർത്താവ് സാക്ഷ്യം പറഞ്ഞൊരു വ്യക്തി, അവന് സാക്ഷ്യം ലഭിച്ചു. രണ്ടാമത്തെ കാര്യം, അവൻ്റെ വഴിപാടിന് സാക്ഷ്യം ലഭിച്ചു. ഒന്ന്, അവന് സാക്ഷ്യം ലഭിച്ചു. സെക്കൻഡ്, അവൻ്റെ വഴിപാടിന് സാക്ഷ്യം ലഭിച്ചു. മൂന്ന്, മരിച്ച ശേഷവും വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. കയീൻ്റെ വടികൾക്കോ കയീൻ്റെ ആയുധങ്ങൾക്കോ ഹാബേലിനെ എന്നേക്കുമായി നീക്കിക്കളയാൻ ദൈവം സാക്ഷ്യം പറഞ്ഞ അവൻ്റെ യാഗത്തിന് സാക്ഷ്യം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതിന് ശേഷം എത്രയോ പ്രതികൂലങ്ങളിലൂടെ അവൻ കടന്നുപോയി. അവൻ്റെ സ്വന്തം സഹോദരൻ അവനക്കെതിരായി തീർന്നു. എന്നിട്ടും അവൻ്റെ സാക്ഷ്യം ഇന്നും ഹാബേലിൻ്റെ രക്തത്തെപ്പറ്റി പറയുന്നത് അത് ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, യേശുക്രിസ്തുവിൻ്റെ രക്തത്തെപ്പറ്റി കമ്പയർ ചെയ്യുമ്പോൾ ഹാബേലിൻ്റെ രക്തത്തെപ്പറ്റി പറയുന്നു, അതിനേക്കാൾ ഉത്തമമായി സംസാരിച്ചു കൊണ്ടിരുന്ന, യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ ഏറ്റവും റൈച്ചസ് ബ്ലഡ് എന്ന് പറയുന്നത് ഹാബേലിൻ്റെ രക്തമാണ്. അവനൊരു തെറ്റും ചെയ്തില്ല, അവനൊരു കുറ്റവും ചെയ്തില്ല. ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ, യഹൂദന്മാരുടെ ചരിത്രത്തിൽ ഇതുപോലെ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ, അവൻ വിശ്വാസത്തിന് വേണ്ടി നിന്നതുകൊണ്ട് അവൻ തകർക്കപ്പെട്ടു.
എന്നിട്ട് ദൈവം അവനെ കൈവിട്ട് കളഞ്ഞില്ല എന്നുള്ളൊരു സാക്ഷ്യം നമ്മളതിൻ്റെ താഴെ കാണുകയാണ്. ഒരുപക്ഷെ ഹാബേൽ ജീവിച്ചിരുന്നായിരുന്നുവെങ്കിൽ എത്ര നാൾ, 1000 വർഷം അവന് പക്ഷേ അവൻ്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നടക്കായിരുന്നു. എന്നാൽ ഇന്ന് 10,000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും, ഇന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഹാബേലിൻ്റെ രക്തം സംസാരിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് അതിലും ബെറ്ററായ ഒരു രക്തം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്കത് പിന്നീട് പഠിക്കാം. ഇപ്പം നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണല്ലോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ കണ്ടത് വിശ്വാസം എന്താണ്. നമ്മൾ ജീവിക്കേണ്ടത് വിശ്വാസത്താലാണ്. എന്താണ് വിശ്വാസം? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. കർത്താവാണ് വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകൻ. കർത്താവാണ് നമുക്ക് വിശ്വാസം നൽകിയത്. ഈ വിശ്വാസത്താൽ നമുക്ക് ഒന്നാമത്തെ ലെസൺ, ഹാബേൽ എന്ത് ചെയ്തു? ഹാബേൽ ചെയ്തത് ഏറ്റവും ഉത്തമമായത് വിശ്വാസത്താൽ അർപ്പിച്ചു. പ്രവൃത്തിയാലല്ല, കാഴ്ചയാലല്ല, വിശ്വാസത്താൽ ഏറ്റവും ഉത്തമമായതിനെ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, മനുഷ്യൻ വന്ന് നോക്കിയായിരുന്നുവെങ്കിൽ അല്പം കൂടെ പൊക്കമുള്ളതും അല്പം കൂടെ മനോഹരമായി നിൽക്കുന്നതൊക്കെ ഈ പച്ചക്കറിയും ഫലവർഗ്ഗങ്ങളൊക്കെയാണ്. മനുഷ്യൻ്റെ കണ്ണിനിമ്പം. നമ്മുടെ ഒന്നാമത്തെ അല്ലെങ്കിൽ ആദ്യ മാതാവാകുന്ന ഹവ്വ വീണുപോയതൊരു പഴം കണ്ടുകൊണ്ടാണ്. കാഴ്ചയ്ക്ക് മനോഹരമായ പഴങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മൾ പല ഇടങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ചില ഗാർഡനുകളിലൂടെയൊക്കെ പോകുമ്പോൾ ചില ഫ്രൂട്ട്സൊക്കെ വളരെ മനോഹരമായി നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും ചിന്ത വരും, ഇത് ശരിക്കും ലിറ്ററലി നമ്മുടെ എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലങ്ങൾ, അതിൻ്റെ ഫ്രൂട്ട്, അതിൻ്റെ വിഭവങ്ങൾ നമ്മളെ അട്രാക്റ്റ് ചെയ്യും. ഞാൻ പലപ്പോഴും ഞങ്ങളുടെ ഒരു പാഴ്സണേജിൻ്റെ അനുഭവം ഓർക്കാറുണ്ട്. ഞങ്ങളുടെ പാഴ്സണേജിൻ്റെ ഏറ്റവും അടുത്ത് ഒരു തോട്ടമുണ്ട്. പാഴ്സണേജിൻ്റെ അടുത്തൊരു തോട്ടം. അവിടെ ഒരു കാട് കയറി കിടക്കുകയാണ്. കാട് കയറി കിടക്കുന്ന ആ സ്ഥലത്ത് വർഷത്തിൽ ഒരു പ്രാവശ്യം അതിൽ മനോഹരമായ ഫലമുണ്ടാകും. അവിടെ ഒരു റംബൂട്ടാൻ്റെ ഏറ്റവും രുചികരമായ ഒരു ഫ്രൂട്ടാണ്. അത് പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് കുട്ടികളും പ്രായമുള്ളവരും എല്ലാം കൂടെ ചെന്ന് അതൊരു അട്രാക്ഷനാണ്. ആ ഫ്രൂട്ടിൻ്റെ സീസൺ കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആളുകൾ നടന്ന് ചെന്ന് അതിൻ്റെ ചുറ്റുപാടിലെ കാടുകളെല്ലാം മാറി. നമ്മുടെയൊക്കെ ചെറുപ്പകാലം ഒന്ന് ഓർത്ത് നോക്കി, എത്ര കാട് പിടിച്ച് കിടന്നാലും ഒരു മാങ്ങയുള്ള ഒരു മരമോ അല്ലെങ്കിൽ ഫലം നൽകുന്ന ഒരു വൃക്ഷമോ അതിൽ ഫലം കായ്ച്ചു കഴിഞ്ഞാൽ അതിന് ചുറ്റുപാടുള്ളതിനെ മുഴുവനും നമ്മൾ ക്ലീനാക്കി വൃത്തിയാക്കി നാം അതിൻ്റെ അരികിലേക്ക്, ചക്കയായാലും മാങ്ങയായാലും എന്താണെങ്കിലും നാം അതിൻ്റെ അരികിലേക്ക് പോകുന്നത് പോലെ ഫലം ഒരു അട്രാക്ഷനാണ്. ഒരുപക്ഷെ ഇതൊരു കോമ്പറ്റീഷനായി കണ്ടുകൊണ്ടായിരിക്കാം. നോക്കണം, നമ്മളത് കാണുന്നത് കയീൻ ഒരുപക്ഷെ അവിടേക്ക് പോയത് ഒരു പ്രൊജക്ഷന് വേണ്ടിയാണ്, തനിക്കൊന്ന് കാണിക്കണം. പക്ഷെ ദൈവപ്രസാദമുണ്ടായത് അവിടെ അല്ല. ദൈവം എന്നെ അറിഞ്ഞാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ യാഗത്തിലാണ് കർത്താവിൻ്റെ പ്രസാദമുണ്ടായത്. പ്രിയപ്പെട്ടവരെ, നാം ചെയ്യുന്നത് ദൈവം അറിയുന്നുണ്ടെന്നും ദൈവത്തിന് വേണ്ടിയാണ് എന്നുള്ളൊരു ബോധ്യം നമ്മളെ ഭരിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ളൊരു ജീവിതമായി മാറുകയില്ല. ഈ കാലഘട്ടത്തിൽ പലരുടെയും ജീവിതം, ഞാൻ കഴിഞ്ഞൊരു സഭാരാധനയിലും പറഞ്ഞതാണ്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. അവരെന്ത് ചിന്തിക്കുന്നു, അവരെന്തു പറയും, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അവരുടെ അഭിപ്രായം എന്തായിരിക്കും? ആരെയും നമുക്ക് ഈ ഭൂമിയിൽ മാനുഷികമായി പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ആർക്കു വേണ്ടി നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. നമ്മൾ നമ്മുടെ കർത്താവിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയും. ആരെയും ബോധർ ചെയ്യേണ്ട, മൈൻഡ് ചെയ്യേണ്ട എന്നൊന്നും അല്ല ഈ പറയുന്നത്. മറ്റുള്ളവർക്ക് പ്രസാദം തോന്നുവാനായിട്ടുള്ളൊരു ജീവിതമാണ് നാം നയിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കതിന് സാധ്യമാകി തീരുകയില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. അടുത്ത വ്യക്തി, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു,
ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ഇവിടെ എല്ലാം വിശ്വാസത്തെപ്പറ്റി നമ്മൾ കാണുന്നൊരു കാര്യം, സാക്ഷ്യം പ്രാപിച്ചു. ഈ സാക്ഷ്യം എവിടെ നിന്ന് കിട്ടിയതാണ്? വിശ്വാസത്താൽ ജീവിച്ചവർക്കെല്ലാം ദൈവമാണ് നേരിട്ട് സാക്ഷ്യം നൽകുന്നത്. നമ്മളിതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന കാര്യം, ദൈവം ടെസ്റ്റ് മണി നൽകുകയാണ്. ഹാനോക്കാരായിരുന്നു ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരൊക്കെ. അവർക്ക് വേണ്ടി യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഈ മനുഷ്യനെ പറ്റി, ഹാനോക്കിനെ പറ്റി കാണുന്നത്, അവൻ ദൈവത്തോട് ചേർന്ന് നടന്നു, അവൻ ദൈവത്തോടൊപ്പം നടന്നു. ഈ ഹാനോക്കിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ഹാനോക്കിനെ പറ്റി യൂദയുടെ ലേഖനത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഹാനോക്ക് പറഞ്ഞ വാക്കുകളെപ്പറ്റി, പ്രവചനാത്മാവിൽ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നമുക്കവിടെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുകയാണ്, ഹാനോക്ക് എന്ത് ചെയ്തെന്നറിയാമോ? മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അന്നത്തെ ഏറ്റവും, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയത്തില്ല. അവർക്കെല്ലാം ദീർഘനാളുകൾ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, ഇന്നത്തെ പോലെയല്ലല്ലോ, 1000 അടുത്ത് വരെ, 960 അല്ലെങ്കിൽ 900, 800 ഇങ്ങനെ വർഷങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത്. ഈ സമയത്ത് ഒരുപക്ഷെ ദൈവത്തോടു കൂടെ നടന്നില്ലെങ്കിലും അത്രയും കാലമൊക്കെ ജീവിക്കാൻ പറ്റും. എന്നാൽ അവൻ ചൂസ് ചെയ്തത് ദൈവത്തോടൊപ്പം നടക്കുക എന്നുള്ളതാണ്. അവൻ ദൈവത്തോടു കൂടെ നടന്നതുകൊണ്ട് മരണം കാണാതെ എടുക്കപ്പെട്ടു. ബൈബിളിൽ മരണം കാണാതെ എടുക്കപ്പെട്ട 2 വ്യക്തികളുണ്ട്. ഒന്ന് ഹാനോക്കാണ്, 2 ഏലിയാവാണ്. ഇവർ 2 പേരും മരണമില്ലാതെ ഈ ഭൂമിയിൽ നിന്ന് ട്രാൻസ്ഫോംഡായി ദൈവസന്നിധിയിലേക്ക് പോയിട്ടുള്ളവരാണ്, രൂപാന്തരപ്പെട്ടു പോയിട്ടുള്ളവരാണ്. ഒരുപക്ഷെ വേറെ ഒരു വ്യക്തിയെ ഇനി അതിനപ്പുറമായിട്ട് നമുക്ക് ആരെയും കാണാൻ കഴിയത്തില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമി വന്നിട്ടും, യേശു ക്രിസ്തുവും അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, മരണം കണ്ടു. പക്ഷെ മരണം കാണാതെ എടുക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അസാധ്യമായ ഒരു കാര്യമാണ്. എല്ലാവരും പറഞ്ഞു, ആദമിൻ്റെ കാലം മുതൽ ആളുകൾ പറയുക മരണമുണ്ട്. പക്ഷെ ഒരുപക്ഷെ ഇദ്ദേഹം വിശ്വസിച്ചത് ഇതില്ലാതെ ഞാൻ എടുക്കപ്പെടുമെന്നുള്ളൊരു വിശ്വാസമായിരിക്കും. അതുകൊണ്ടായിരിക്കാം അതിനെപ്പറ്റി അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പാതയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പം നമ്മുടെ അരികിൽ വന്ന് ഒരാൾ പറയുക, ഇതുവഴി പോകുന്നവരെല്ലാം ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടവരാണ് എന്ന് നമുക്ക് ഒരു സന്ദേശം നൽകിയാൽ നമ്മളും അതിനെ അക്സെപ്റ്റ് ചെയ്യും. ശരിയാ, എല്ലാവർക്കും ഇതേ പ്രശ്നമുള്ളത്. ഹാനോക്കിനോട് ഒരുപക്ഷെ പഠിപ്പിച്ച സ്റ്റോറികളിലൊക്കെ അവന് ലഭിച്ചിരിക്കുന്നതായ മെസ്സേജ് ഈ ഭൂമിയുടെ ജീവിതത്തിലെ അവസാനം ഒരു മരണമാണ്. അപ്പം ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന് പറയുന്നതിന് മുമ്പുള്ള വാക്യം നമ്മളൊന്ന് വായിക്കണം. അതിന് മുമ്പുള്ള വാക്യത്തിലേക്ക് വായിക്കുന്നത്, ഹാബേൽ ദൈവത്തിന് കയീൻ്റേതിലും ഉത്തമമായ യാഗം വിശ്വാസത്താൽ അർപ്പിച്ചു. ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷികമായുള്ള രീതിയിൽ ഉള്ളതല്ല, വിശ്വാസത്താൽ ഏറ്റവും ഉത്തമമായി അർപ്പിച്ചു. ഇവിടെ വായിക്കുന്നു, ഹാനോക്ക് അവൻ മരണം കാണാതെ വിശ്വാസത്താൽ എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അവൻ്റെ വിശ്വാസം ഏതിനോടുള്ള രീതിയിലായിരുന്നു? അപ്പച്ചന്മാർ പറഞ്ഞ കഥകളൊന്നുമല്ല, അതിനെ ഓവർകം ചെയ്യുന്ന ഒരു വിശ്വാസം അവനിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, എല്ലാവരും കാഴ്ചയ്ക്ക് വേണ്ടി പലതും ചെയ്ത് ലോകത്തിൻ്റെ മുമ്പിൽ ജയിച്ചു പോകുമ്പം നമുക്ക് ഹാബേലിനോടൊന്ന് ചോദിക്കാം. ഹാബേൽ പറയുന്നു, എൻ്റെ യാഗം പ്രൊജക്ഷന് വേണ്ടി ആയിരുന്നില്ല, വിശ്വാസത്തോടെയായിരുന്നു. ഹാനോക്കിനോട് ചോദിക്കാം,
നിനക്കെങ്ങനെ ഈ വിശ്വാസം വന്നു പിതാവേ എന്ന് ചോദിച്ചാൽ ഹാനോക്ക് പറയും, എൻ്റെ കൂടെ യാത്ര ചെയ്തവരെല്ലാം അവർ പറഞ്ഞു ഇതിൻ്റെ മുമ്പിൽ നാം പെട്ടുപോകും. പക്ഷെ ഞാൻ വിശ്വസിച്ചു ദൈവത്തോടു കൂടെ നടന്നു കഴിഞ്ഞാൽ മരണം കാണാതെയുള്ള ഒരു ജീവിതം എനിക്കുണ്ടാകും. നോക്കിയേ, വിശ്വാസത്താൽ ജീവിക്കുക എന്നുള്ളൊരു ലെസൺ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ വലിയ പാഠങ്ങളാണ്, ചെറിയ ലെസൺസ് ഒന്നുമല്ല. ഒന്ന്, മനുഷ്യൻ്റെ ചിന്തകളെ ജയിക്കുന്ന ഒരു വിശ്വാസം. രണ്ട്, മരണത്തെ ജയിക്കുന്ന ഒരു വിശ്വാസം. ഈ വിശ്വാസം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ചെറിയൊരു ഇടങ്ങളിലേക്കല്ല, നമുക്കവിടെ സാക്ഷ്യം ലഭിക്കുകയാണ്. ഓരോന്നിനും ദൈവം ഓരോ സാക്ഷ്യം നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ പോയാൽ കർത്താവിൽ നമുക്ക് സാക്ഷ്യം ലഭിക്കുകയില്ല. നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് തന്നെ നമ്മുടെ ജീവിതത്തിൽ റിപ്പീറ്റ് ആകും. പക്ഷേ നാം വിശ്വാസത്താൽ എന്നെ കർത്താവ് വിളിച്ചതും എന്നെ വേർതിരിച്ചതും ഒരു സ്പെഷ്യൽ ഒരു പർപ്പസോട് കൂടെയാണ് എന്നുള്ള ബോധം നമ്മെ ഭരിച്ചാൽ ഇന്ന് നമ്മൾ കാണുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ തിന്മയായി തീരത്തില്ല. ഹാനോക്ക് വിശ്വാസത്താൽ മരണം കാണാതെ എടുക്കപ്പെട്ടു. ഈ പുസ്തകത്തിൽ ആരൊക്കെ വിശ്വാസത്തെ ഉപയോഗിച്ചുവോ, വിശ്വാസത്താൽ പിന്നീട് വായിക്കുന്നു അനേകരെ വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്ത കാര്യത്തെപ്പറ്റി അരുളപ്പാടുണ്ടായിട്ട് ഇവിടെ എല്ലാം അവരുടെ ജീവിതത്തിൽ കണ്ട തുടർന്നുള്ള കാര്യങ്ങളൊക്കെ അവരേത് വിഷയത്തെയാണോ മുമ്പിൽ വെച്ചത് ആ വിഷയത്തെ ആളുകൾ ഭയങ്കരമാക്കി കാണിച്ച വിഷയത്തെ അവർ വിശ്വാസത്താൽ ജയിച്ചു. ഒരുപക്ഷെ കാണാതിരുന്നൊരു വിഷയം, നോഹയുടെ കാലത്ത് മഴ പെയ്യുന്നത് അവരിതുവരെ കണ്ടിട്ടില്ല. അവൻ അതിൽ വിശ്വസിച്ചു. ദൈവം പറഞ്ഞു മഴ പെയ്യാൻ പോകുകയാണ്. ആളുകൾ പറഞ്ഞു മരണമുണ്ട്. ദൈവവും പറഞ്ഞതാണ് മരണമുണ്ട്. മരണം സംഭവിച്ചു. മരണം ഭൂമിയിൽ ഒരു നിയമമായി മാറി. സകല മനുഷ്യർക്കും മരണം. പക്ഷെ വ്യത്യസ്തനായി മാറി നിന്നുകൊണ്ട് എനിക്കിതിനെ ജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം ഹാനോക്കിനുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിലായിത്തീർന്ന നാം നമ്മുടെ ഉള്ളിലും ഒരു വലിയ വിശ്വാസം കർത്താവ് നൽകിയിട്ടുണ്ട്, മരണത്തെ ജയിക്കുന്ന വിശ്വാസം. അതാണ് ഞാൻ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ റോമാലേഖനം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ തേജസ്കരണം, നമ്മുടെ ഈ ഫിസിക്കൽ ബോഡി മണ്ണിൽ പട്ടുപോയാലും നമ്മുടെ ഈ ബോഡിയെ കർത്താവ് പൊടിയിൽ നിന്ന് ഉയർപ്പിച്ച് ഒരു ഗ്ലോറിയസ് ബോഡിയിലേക്ക് കർത്താവ് മാറ്റും. അപ്പം മരണത്തെ ജയിക്കുന്ന സകല ആളുകളും നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടും, സകല ആളുകളും നിരുത്സാഹപ്പെടുത്തിയിട്ടും, സകല ആളുകളും ഈ ഹാനോക്കിനോടുള്ള ബന്ധത്തിൽ നീ ഇങ്ങനെ ചെയ്യരുത്, വ്യത്യസ്തനായി നടന്നപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും അവൻ അതിലൊന്നും ഡിസ്കറേജ്ഡ് ആകാതെ, അവൻ അതിലൊന്നും മാറിപ്പോകാതെ ഹി വാക്ക് വിത്ത് ഗോഡ്, അവൻ ദൈവത്തോടു കൂടെ നടന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് രണ്ട് ലെസണാണ് നമ്മളിപ്പം പഠിച്ചത്. ഒന്ന്, നമ്മളതിൻ്റെ ഡെഫിനിഷൻ കണ്ടു, എന്താണ് വിശ്വാസം. ദൈവത്തെ, കാണാത്ത ദൈവത്തെ നാം വിശ്വാസത്താൽ അറിയുന്നു. ദൈവമാണ് സകലവും സൃഷ്ടിച്ചതെന്ന് നാം അറിയുന്നു. ഇങ്ങനെ തന്നെയാണ് പൂർവികന്മാർക്കും സാക്ഷ്യം ലഭിച്ചത്. എന്തൊക്കെയാണ് പൂർവികന്മാർക്ക് ലഭിച്ച സാക്ഷ്യം? ഒന്നാമത്തെ മേഖല, ദൈവത്തിന് കൊടുക്കുന്ന വിഷയത്തിൽ മനുഷ്യനെ പ്രസാദിപ്പിക്കാനല്ല, ദൈവത്തിനാണ് കൊടുക്കുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടെ ഉത്തമമായി അർപ്പിച്ച് ഹാബേൽ ദൈവത്തിൽ നിന്ന് നല്ല സാക്ഷ്യം പ്രാപിച്ചു. ഇനിയും ഹാനോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അന്നും ഇന്നും മനുഷ്യൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു മരണം, ആ മരണത്തെ ജയിക്കുവാൻ സയൻസിനോ ടെക്നോളജിക്കോ ഒന്നും കഴിയത്തില്ല. പക്ഷേ അതിനെ സധൈര്യം ദൈവത്തോടുകൂടെ നടന്ന് ജയിച്ചെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഒരുപക്ഷെ സകല മനുഷ്യരുടെയും ജീവിതത്തിലും സകല വഴികളിലും സകലർക്കും പ്രയാസമുള്ളതാണെങ്കിലും, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ മുന്നേറി കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് വിശ്വാസത്തിൻ്റെ നായകനും അവൻ പൂർത്തി വരുത്തുന്നവനുമായ കർത്താവാണ്. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, ആ വാക്യം അവിടെ നമ്മളിങ്ങനെയാണ് കാണുന്നത്, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ഒരുപക്ഷെ ഹാബേലിൻ്റെ രക്തം അവന് ടെസ്റ്റ്മണി ലഭിച്ചത്
അവന് ആദ്യം ദൈവത്തിന് സാക്ഷ്യം ലഭിച്ചു, പ്രസാദിച്ചു എന്ന്. മരണത്തിന് ശേഷം അവന് രക്തം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാക്ഷ്യമുണ്ട്. ഇവിടെ ഹാനോക്കിനെ പറ്റി പറയുന്നു. ഹാനോക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവും അവനോട് കൂടെ നടന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു നിൻ്റെ ജീവിതത്തിലും ഞങ്ങൾക്ക് പൂർവികന്മാർക്ക് സംഭവിച്ച പോലെ സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഹാനോക്കിനെ പറ്റി കർത്താവ് സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യം അവൻ്റെ വിശ്വാസത്തിന് വർധനവ് നൽകി. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ ദൈവം നമുക്ക് ദൈവദാസന്മാരിലൂടെയോ വചനത്തിലൂടെയോ ഒക്കെ നൽകുന്ന ദൈവികമായ ദൂതുകൾ നമ്മൾ വിശ്വാസത്തോടെ സ്വീകരിച്ച് കഴിയുമ്പം അത് നമുക്ക് നൽകുന്ന ഒരു എനർജി ഉണ്ടല്ലോ. കർത്താവ് എന്നോട് സംസാരിച്ചു, ദൈവം എന്നോട് പറഞ്ഞ കാര്യമാണ്, അവൻ വിശ്വസ്തനായ ദൈവമാണ്. ഇന്ന് രാത്രിയിൽ നമ്മൾ കടന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന എല്ലാവിധമായ വിഷയങ്ങളിലും ദൈവം അറിയാതെയുള്ളതല്ല, ദൈവം അറിയുന്നു. ഒരു നല്ല ടെസ്റ്റ് മണി ഇവർ രണ്ടുപേരും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു. നമുക്ക് നിങ്ങളിൽ ആർക്കെങ്കിലും ഇവിടെ ബൈബിൾ ഓപ്പൺ ചെയ്തിരിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാമോ? വേഴ്സ് 6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. താങ്ക് യു സിസ്റ്റർ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ഒരു പ്രസ്താവനയാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം ഒരു പ്രസ്താവന കൊണ്ട്, രണ്ടുപേരുടെ സാക്ഷ്യം, രണ്ടുപേരുടെ അനുഭവത്തെ പറഞ്ഞിട്ട് ഒരു പ്രസ്താവന നൽകുകയാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് അസാധ്യമാണ്. നമുക്കറിയാം, ദൈവപ്രസാദം ലഭിക്കുവാൻ വേണ്ടി ഈ ഉലകത്തിലുള്ള മത സംവിധാനങ്ങൾ മുഴുവനും വിവിധങ്ങളായ പ്രവൃത്തികളെയാണ് ചെയ്യുന്നത്. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു, വിശ്വാസത്താൽ മാത്രമേ നമുക്ക് ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അതെന്താണെന്ന് അവിടെ പറയുന്നതെന്നറിയാമോ? 2 കാര്യമാണ്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്ന ദൈവമെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അപ്പം 2 കാര്യമാണ്. ദൈവമുണ്ട് എന്നും ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർക്ക് ദൈവം ഒരു പ്രതിഫലം വെച്ചിട്ടുണ്ട് എന്നും നാം വിശ്വസിക്കേണ്ടതല്ലയോ? ഇനി നോക്കണം, നമ്മളെ ഇനി കൊണ്ടുപോകാൻ പോകുന്ന അടുത്ത മേഖലയെന്ന് പറയുന്നത് അതിവിശാലമായൊരു മേഖലയാണ്. ഒന്ന്, ഫെയ്ത്തിനൊരു ഡെഫിനിഷൻ നൽകി. ഫെയ്ത്തിനാലാണ് എല്ലാവർക്കും സാക്ഷ്യം ലഭിച്ചത്, വിശ്വാസത്താലാണ് സാക്ഷ്യം ലഭിച്ചതെന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് 2 വ്യക്തികളെ എടുത്തു. അത് ഹാബേലാണ്. അവിടെ തന്നെ കമ്പയർ ചെയ്യുന്ന വ്യക്തി കയീനാണ്. അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഹാനോക്കിനെ പറ്റി പറയുന്നു. ഇവരെല്ലാം വിശ്വാസത്താൽ അവർ അന്നത്തെ സകലവിധമായ സംവിധാനങ്ങളെയും ജയിച്ചവരാണ്. എന്നിട്ട് പറയുകയാണ്, ഈ 2 വ്യക്തികളെ പറ്റിയും എംഫസൈസ് ചെയ്തിട്ട് പറയുകയാണ്, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ കാത്തിരിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്ന ദൈവമെന്നും വിശ്വസിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞ് ആ പ്രസ്താവന അവിടെ നിർത്തുമ്പോൾ എന്താണ് നമ്മെ ഈ വിഷയം പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ വിശ്വാസത്തിൻ്റെ വിഷയം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ട്രസ്റ്റ് മുഴുവനും, നമ്മുടെ ആശ്രയം മുഴുവനും, നമുക്കുള്ള സകലവും ദൈവത്തിൽ ഫലമേൽപ്പിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അരികിൽ വരുന്നത്. ആ വാക്യം എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. വളരെ സിമ്പിൾ. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അരികിൽ വന്ന് ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ്, ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാനും ഒരു പ്രതിഫലം നൽകുന്ന ദൈവമാണെന്ന് വിശ്വസിക്കാനും കഴിയുകയുള്ളൂ. സോ വിത്തൗട്ട് ഫെയ്ത്ത് വി കനോട്ട് പ്ലീസ് ഗോഡ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മറ്റൊരു മാർഗവുമില്ല. ദൈവം പറയുന്നതിൽ പൂർണ്ണമായി ട്രസ്റ്റ് ചെയ്യുക. നമ്മൾ ചോദിക്കും, നമുക്ക് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും? ദൈവവചനം പറഞ്ഞിരിക്കുന്നതിനെ പൂർണ്ണമായി വിശ്വസിക്കുക.
ദൈവവചനം പറഞ്ഞിരിക്കുന്നതിൽ പൂർണ്ണമായി വിശ്വസിക്കുക. ദൈവവചനം പറയുന്നതിലല്ലാതെ വിശ്വസിച്ച പലർക്കും അവർ ലോകത്തിൽ സംഭവിക്കുന്നത് പോലെ അവർക്ക് സംഭവിച്ചു. അത് നമ്മൾ ഹാനോക്കിൻ്റെ വിഷയം കണ്ടു. ലോകത്തിലുള്ള ആളുകളെല്ലാം പറഞ്ഞു, ആ കാലഘട്ടത്തിൽ ജീവിച്ച് ദൈവത്തെ കണ്ട ആദമും ഹവ്വയും ശേഷമുള്ള തലമുറയും അവരെല്ലാം മരണത്തിലൂടെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ വ്യത്യസ്തനായി നിന്നുകൊണ്ട് ഒരു ഹാനോക്ക് ദൈവത്തിൽ വിശ്വസിച്ചു. എന്നും വിശ്വസിക്കുന്നവരും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരും ഒരു മൈനോറിറ്റി മാത്രമാണ്, ഒരു ചെറിയ കൂട്ടം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പ്രാർത്ഥനാ മീറ്റിങ്ങിൽ നാം ഒരുമിച്ച് വചന പഠനത്തിനായി കടന്നു വന്നിരിക്കുമ്പോൾ എവിടെയും വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നവർ ഒരു മൈനോറിറ്റിയാണ്, ഒരു ചെറിയ കൂട്ടമാണ്. ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം ആളുകളും നമ്മൾ വിശ്വസിക്കുന്നതിന് ജസ്റ്റ് ഓപ്പോസിറ്റിലൂടെ യാത്ര ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ നാം ആ പോകുന്ന രീതിക്കനുസരിച്ച് പോകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല. നാം ഒരു വിശ്വാസത്തിന് അനുഭവത്തിന് വേണ്ടി കാൽച്ചുവടുകളെ വെക്കുവാൻ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചതാണ്. ഇനിയും ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. കാരണം അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ 8ാമത്തെ വാക്യം മുതൽ നമുക്ക് പോകണം. അത് അബ്രഹാം മുതലുള്ള, അബ്രഹാമിനെ പറ്റി പറയുമ്പോൾ അബ്രഹാമിൻ്റെ ഭാര്യ സാറായെ പറ്റി പറയുന്നു, ആ കുടുംബത്തെപ്പറ്റി പറയുന്നു, ദീർഘമായ വാക്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ന് ഒരു വാക്യം കൂടെ ഞാൻ വായിച്ച് ഈ വചന പഠനം നിർത്താം. വേഴ്സ് 7, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. നോക്കിയേ, വിശ്വാസത്താൽ നോഹ എന്ത് ചെയ്തു? അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് ദൈവം പറഞ്ഞതിനനുസരിച്ച് ഒരു പെട്ടകം പണിതു. ഇപ്പം നോക്കണം, വിശ്വാസത്താൽ നോഹ ഇതുവരെ കാണാത്തതിനെ പറ്റി. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം, നമ്മൾ പലപ്പോഴും വിശ്വാസം എന്ന് പറയുമ്പം നമ്മൾ കടന്നു പോകുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ വിശ്വാസം എന്ന് പറയുമ്പം ഒത്തിരി ടെസ്റ്റ് മണികളും, നമ്മളിന്നും യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ എത്രയോ ടെസ്റ്റ് മണികളാണ് കേൾക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മളൊക്കെ അത് കടന്നു പോകുന്ന ഒരു ജീവിത സാഹചര്യം പോലുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ജയിച്ചവരാ. നമുക്ക് വിശ്വസിക്കാൻ ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പാട്ടുകൾ പാടാനാണെങ്കിൽ സിയോൻ ഗീതാവലിയിൽ ആയിരക്കണക്കിന് പാട്ടുകൾ. പക്ഷേ അന്ന് ഒരു സ്തോത്രഗീതം പാടാൻ ഒരു പാട്ട് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അനുഭവമുള്ളവരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരില്ല. നോഹ അതുവരെ അങ്ങനെ ഒരു അനുഭവം കണ്ടിട്ടില്ല. മഴ എന്ന് പറയുന്ന കാര്യം നോഹ കണ്ടിട്ടില്ല. ഇതിനെപ്പറ്റി കേട്ടപ്പോൾ തനിക്ക് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. നോക്കണം, ഇദ്ദേഹം പണിത പെട്ടകം തൻ്റെ കുടുംബത്തിന് വേണ്ടി പണിത ഒരു പെട്ടകമാണ്. ഒരുപക്ഷെ ആരെങ്കിലും ആ പെട്ടകത്തിൻ്റെ വാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് വന്നായിരുന്നുവെങ്കിൽ അവരെയും അതിൽ ഉൾപ്പെടുത്തിയേനെ. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം, ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ഒരു ഗ്രഹനാഥൻ എന്ന നിലയിൽ ദൈവം നോഹയ്ക്ക് നൽകിയിട്ടുണ്ട്. ദൈവം പറഞ്ഞ കാര്യത്തിൽ ആ കാര്യത്തെ, കുടുംബത്തെ പറഞ്ഞ് മനസ്സിലാക്കി, കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ സമ്മതിപ്പിക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി പിതാവെന്ന നിലയിൽ ഉണ്ട്. നമ്മൾ കാണുന്നുണ്ട് പലയിടങ്ങളിലും കുഞ്ഞുങ്ങളൊക്കെ മുതിർന്ന് അവരവരുടേതായ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ വേണ്ട, പ്രത്യേകിച്ച് പല കാര്യങ്ങളിൽ നമ്മളത് ഇങ്ങനെ വേണ്ട. മാതാപിതാക്കൾക്ക് പിന്നെ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ അവർക്ക് നമ്മുടെ മേൽ ഒരു കർത്തൃത്വമുണ്ട്. അവർ പറയുന്ന വാക്കുകളെ അനുസരിക്കുവാൻ ഒരു കുടുംബമൊക്കെയായി നമ്മൾ നമ്മുടെ രീതിയിൽ പോകുന്നു. പക്ഷേ നമ്മൾ ഒരു വിവാഹത്തിന് മുമ്പ് ഉള്ള സമയം വരെയും നമ്മുടെ മാതാപിതാക്കൾ പറയുന്നത്, അതേത് കാര്യമാകട്ടെ, പഠനമാകട്ടെ, ജോലിക്ക് പോകുന്നതാകട്ടെ, വിവാഹമാകട്ടെ, ഏത് കാര്യമാകട്ടെ, അവർക്ക് ആ കാര്യത്തിലുള്ള ഒരു ആലോചന ദൈവം അവരെ അതിനുവേണ്ടി ഉപയോഗിക്കുമ്പോൾ, അവർ സംസാരിക്കുമ്പോൾ അതിനെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളൊരു കടമ. നോഹയുടെ ജീവിതത്തിൽ ഒരു പക്ഷേ കുഞ്ഞുങ്ങൾ
ആ പിതാവ് പറഞ്ഞതനുസരിച്ചു. ഈ വിശ്വാസം തലമുറയിലേക്കും കുടുംബത്തിലേക്കും കൈമാറി. നോഹ കണ്ടിട്ടില്ല, നോഹയുടെ ഭാര്യ കണ്ടിട്ടില്ല, മക്കൾ കണ്ടിട്ടില്ല. തൻ്റെ റെസ്പോൺസിബിലിറ്റി അവരെ കൂടെ അതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിൽ ഉൾപ്പെടുന്ന ചില കാര്യങ്ങൾ, അത് കുടുംബമായാലും അത് ദൈവസഭയായാലും ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. നോഹ അതുവരെ കാണാത്തവയെപ്പറ്റി അരുളപ്പാടുണ്ടായി. മഴ പെയ്തിട്ടില്ല, നമുക്കറിയാം. അതുവരെ ഭൂമിയെ നനച്ചു കൊണ്ടിരുന്നത് മഞ്ഞ്, അത് പൊങ്ങി, അത് ഭൂമിയെ നനയ്ക്കുന്ന ഒരു സിസ്റ്റമാണ് ഭൂമിയിലുണ്ടായിരുന്നത്. അതുവരെ മഴയുണ്ടായിട്ടില്ല. പക്ഷെ മഴ പെയ്യുമെന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായപ്പോൾ അതുവരെ നമ്മൾ ആദ്യം കണ്ടത് അതുവരെ കാണാത്ത ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം പ്രസാദിക്കുമോ ഇല്ലയോ എന്നുള്ള ചിന്തയിൽ നിൽക്കുമ്പോൾ, മാതാപിതാക്കളിൽ നിന്ന് അകന്നുപോയ ദൈവം വന്ന് പ്രസാദിക്കുമോ എന്നുള്ള ചിന്തയിൽ ഒരുത്തൻ പറഞ്ഞു വന്നാവാകട്ടെ എന്നോർത്ത രീതിയിൽ കപ്പയും കാച്ചിലും അല്ലെങ്കിൽ അന്നത്തെ ഫലങ്ങളുമായിട്ട് വന്നു. എന്നാൽ ഒരുവൻ തീർച്ചയായിട്ടും ദൈവം വരുമെന്നുള്ള വിശ്വാസത്തോടെ യാഗം അർപ്പിക്കുവാനായി തന്നെ ചെന്നു. അവനിൽ പ്രസാദിച്ചു. രണ്ടാമത്തെ വ്യക്തി നമ്മൾ കണ്ടു, മരണമുണ്ട് എന്ന് ലോകം പറഞ്ഞു നടന്നിടത്ത് അവൻ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റായി മരണമില്ലാതെ എടുക്കപ്പെടുമെന്നുള്ളൊരു വിശ്വാസത്തിൽ അവൻ ദൈവത്തോടു കൂടെ തന്നെ യാത്ര ചെയ്തു. മൂന്നാമത്തെ കാര്യം, അതുവരെ കാണാത്ത കാര്യങ്ങൾ. എന്താണ് അതുവരെ കാണാത്ത കാര്യങ്ങൾ? മറ്റൊന്നുമല്ല, വളരെ സിമ്പിൾ. ആകാശത്തിൽ നിന്നും ശക്തമായി വെള്ളം താഴേക്ക് വീഴുന്നു. മഴയെന്നൊക്കെ എന്നവർക്ക് പറയാൻ അറിയാമോ എന്നറിയത്തില്ല. മഴയെന്ന് നമ്മൾ പിന്നെ എഴുത്തുകാരനാണ് അതിനെപ്പറ്റി എഴുതിയിരിക്കുന്നത്. മോശയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. മോശ എഴുതിയപ്പോൾ മഴ. അപ്പം ഇങ്ങനെ അതെന്താ കാണാത്ത കാര്യത്തെപ്പറ്റി പറയുമ്പം അതിനെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? ഞാൻ ചെറിയ എക്സാമ്പിൾ പറയാം. ബൈബിളിൽ ഈ കുഴിമുയൽ, ഞാനതെനിക്ക് കഴിഞ്ഞ ദിവസത്തെ ഒരു ബൈബിൾ സ്റ്റഡി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഓർമ്മയുണ്ട്. ശരിക്കൊരു ഓർമ്മ വരുന്നില്ലെങ്കിൽ തന്നെ ഒന്നുകൂടെ പറയുകയാണ്. നമ്മുടെ ഈ ക്ലാസ്സിലാണോ അതോ ബൈബിൾ കോളേജിലാണോ എനിക്കറിയത്തില്ല. കുഴിമുയൽ നമ്മുടെ ബൈബിളിൽ എഴുതിയ പലസ്തീൻ ഭൂപ്രദേശത്തുള്ള ഒരു ഗിനിപ്പന്നി, ചെറിയ, അത് മുയലുമല്ല പന്നിയുടെ വർഗത്തിൽ പെട്ടുന്ന ഒരു ചെറിയ, അതിനെ കണ്ടു കഴിഞ്ഞാൽ മുയൽ പോലെ തന്നെ ഇരിക്കും. അത് കേരളത്തിലും മലയാളക്കരയിലും ഇല്ലാത്തത് കൊണ്ട് അതിനെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയപ്പോൾ ആ ഗിനിപ്പന്നിയെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് കുഴിമുയലായിട്ടാണ്. അതിൻ്റെ കുളമ്പ് പിരിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് പന്നിയെപ്പോലെ അത് അശുദ്ധ ജന്തുവാണെന്നും അതിനെ ഭക്ഷിക്കരുതെന്നും, കാണാത്തൊരു ജന്തു, അതിനെ നമുക്കറിയാവുന്ന ഒരു ജന്തുവായിട്ട് കമ്പയർ ചെയ്ത് ആ രീതിയിലാണ് നമുക്ക് ബൈബിൾ മൊഴിമാറ്റം ലഭിച്ചിരിക്കുന്നത്. മഴ കണ്ടിട്ടില്ല. എന്താ മഴ? മലയാളത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാനൊന്നുണ്ടായിരുന്നു. മഴയെന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിട്ടില്ല. അവയെപ്പറ്റി അരുളപ്പാടുണ്ടായപ്പോൾ ഭയഭക്തി പൂണ്ട് ദൈവമാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, കർത്താവാണ് പറഞ്ഞതെങ്കിൽ കർത്താവ് അത് ചെയ്തിരിക്കും. ഞാൻ ഈ നോഹയുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ തന്നെ ചേർന്ന് പറയുകയാണ്, ദൈവം പറഞ്ഞതിനെ നാം പൂർണ്ണമായി വിശ്വസിക്കണം. ദൈവജനത്തിൽ പറയുന്നുണ്ടല്ലോ, അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നുമിരിക്കുന്നു. നിങ്ങളത് പേഴ്സണലി വിശ്വസിക്കണം. ഡിവൈൻ ഹീലിംഗ്, നമ്മളെല്ലാം ഹെൽത്ത് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ കുടുംബത്തിലെല്ലാവരും ഉണ്ട്. അവിടെ എല്ലാം ഈ പറയുന്ന രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടി ഒരു വൈദ്യശാസ്ത്രത്തെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ഒരു സിസ്റ്റത്തെ ആശ്രയിച്ച് പോകുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബട്ട് ബൈബിൾ ടീച്ചസ് ദി ഡിവൈൻ ഹീലിംഗ്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു സ്വർഗീയ സൗഖ്യമുണ്ട്. അത് നാം വിശ്വാസത്തോടെ പ്രാപിക്കണം. ഒരുപക്ഷെ നമുക്കുണ്ടായിരിക്കുന്ന ഒരു ശാരീരിക ബുദ്ധിമുട്ട് പോലൊരു ബുദ്ധിമുട്ട് മറ്റുള്ളവർക്കുണ്ടായി സൗഖ്യമുണ്ടായതായി നാം കേട്ട് കാണത്തില്ല. നാം കർത്താവിൽ വിശ്വസിക്കണം. ഇതുവരെ കണ്ട 3 വ്യക്തികളും 3 വ്യത്യസ്തമായ മേഖലകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വിശ്വാസത്താൽ സ്വീകരിച്ചവരാണ്. ഒന്ന്, ദൈവം വന്ന് സ്വീകരിക്കുമോ? മാതാപിതാക്കളെ തോട്ടത്തിൽ പുറത്താക്കി കളഞ്ഞ ഈ ദൈവം വന്ന് സ്വീകരിക്കുമോ? അവിടെ കർത്താവ് വന്നു. എന്ത്? വിശ്വാസത്താൽ കടന്നു ചെന്ന ഹാബേലിന് വേണ്ടി. 2, എല്ലാവർക്കും മരണമുണ്ട് എന്ന് പറഞ്ഞ് തോട്ടത്തിൽ ഇറക്കി വിട്ടതാണ്. മരണമില്ല എന്ന്, മരണത്തെ ഞാൻ ജയിക്കുമെന്ന് വിശ്വാസത്തോടെ പറഞ്ഞു നടന്ന മനുഷ്യൻ ദൈവസന്നിധിയിൽ മരണം കാണാതെ അവൻ എടുക്കപ്പെട്ടു. നോഹ അതുവരെ മഴ പെയ്യാതിരുന്ന ഭൂമിയിൽ
മഴയെപ്പറ്റി അരുളപ്പാടുണ്ടായപ്പോൾ അവൻ അതിനെ വിശ്വസിച്ചതുകൊണ്ട് ഒരു വലിയ പ്രളയത്തിൽ നിന്ന് അവൻ രക്ഷ പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതത്തിൽ ഒരു ആപ്ലിക്കേഷന് വേണ്ടി ഞാനിത് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പറയുന്നതിനെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. എബ്രായ ലേഖന കർത്താവ് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? 10 അവസാന വാക്യങ്ങളിൽ നമ്മൾ വായിച്ചതാണ്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പഴയ കാലങ്ങളിലൊക്കെ പാസ്റ്റർമാരുടെ വീടുകൾക്ക് ഫെയ്ത്ത് ഹോം, വിശ്വാസഭവനം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ രോഗസൗഖ്യമുണ്ട്. എല്ലാവരും ഫെയ്ത്ത് ഹോമിൽ വിശ്വാസത്തോടെ, ഒരു ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ താമസിക്കുന്ന വീടിൻ്റെ പേര് തന്നെ വിശ്വാസത്താൽ ജീവിക്കുന്ന ഇടം എന്നായിരുന്നു. ഒരുപക്ഷെ ഇന്ന് സാധ്യതകളൊക്കെ നമുക്ക് മറ്റു പലതും ഉള്ളതുകൊണ്ട് ആ പേരുകളൊന്നുമല്ല നമ്മളെടുത്തിരിക്കുന്നതെങ്കിലും, പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മുന്നേറ്റം കർത്താവ് ഈ വചനത്തിലൂടെ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞാൻ പറയട്ടെ, വരും ദിവസങ്ങളിൽ നമുക്ക് ഈ വിശ്വാസാനുഭവത്തിലൂടെ മുന്നേറിയ ആളുകളെ നമുക്ക് വീണ്ടും പഠിക്കാം. കർത്താവ് അതിന് കൃപ നൽകട്ടെ. കേട്ട വചനം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ ജീവിതം ബുദ്ധി കൊണ്ടും നമ്മുടെ അറിവ് കൊണ്ടുമുള്ള ഒരു ജീവിതമല്ല. നമ്മുടെ ജീവിതം വിശ്വാസത്താൽ ഒരു ജീവിതമാണ്. ആ ജീവിതം നയിക്കുവാൻ എല്ലാവരെയും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.